ലൊക്കേഷൻ പറയോ? ഒരു പേര് പറയും. ഒന്ന് പരിചയപ്പെടാൻ വിളിച്ചാടാ. ആണോ? ഞാൻ ഇവിടെ വിളിക്കുന്നത് കേട്ടോ, അതാണ് ഞാനും വന്നത്. ആ നീ വരണമല്ലോ. അവന്മാരെ പിടിച്ചു വെച്ചേക്കുവായിരുന്നേ. ആരെയാ വിളിച്ചു വെച്ചോണ്ടിരുന്നേ? വിളിച്ചു വെച്ചിട്ടുണ്ടോ? അവന്മാരെ പിടിച്ചു വെച്ചേക്ക, നീ വന്നിട്ടേ വിടുള്ളൂ പറഞ്ഞു. ആ ഓക്കെ ഓക്കെ ഓക്കെ. എന്തായിരുന്നു കാര്യം? പറയും കാര്യം എന്തായിരുന്നു? കാര്യമൊന്നുമില്ല, വടിവേലുവിനെ കാണാൻ വിളിച്ചതാ. ആ കണ്ടല്ലോ. അല്ല ബ്രോ, നമ്മുടെ അടുത്ത് കുറെ പേരിങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തോ നമ്മുടെ അടുത്ത് എന്തോ ഭയങ്കര പ്രശ്നമാണ്, നിങ്ങളെന്താ നമ്മളെ കണ്ടാ എന്താ അടിക്കുന്നെല്ലാം പറയുന്നുണ്ട്. കുറെ പേര് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അത് അതെവിടാണ് പറഞ്ഞത്? അകത്തും പറഞ്ഞു കേട്ടോ. അകത്തും പറഞ്ഞു. മനസ്സിലായോ? നീ അടിക്കൂന്ന് പറയാൻ നീ ഒന്നും തൊലിക്കൂലെന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. മനസ്സിലായോ? തൊലിക്കത്തില്ല. ഈ തൊലിക്കുന്ന ഏതാ? ആരാ നീയൊക്കെ? നീ ഏതാ? ഒരു കുഴപ്പമില്ല. മനസ്സിലായോ? ഹലോ, എല്ലാരോടും ലെഫ്റ്റ് പറയോ? സംസാരിക്കാറാകുമ്പോ നമ്മൾ നിന്റെ അടുത്ത് പറയാം. അതുവരെ നീ കേട്ടോണ്ട് നീ കേട്ടാ. ബാക്കിയുള്ള കോപ്പി ഗാങ് ഡ്രസ് നമ്മളെ ഡ്രസ്സാ. അപ്പൊ അവൻ ആരെന്ന് അറിയണം പോലും. അവൻ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല പപ്പേട്ടാ. നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ലേ? നീവന്റെ ഗ്യാങ് ആണോ? നീവന്റെ ഗ്യാങ് ആണോ? പാപ്പൻ നമുക്ക് നിങ്ങളുടെ അടുത്ത് ഇഷ്യൊന്നുമില്ല പാപ്പ. പക്ഷെ അവന്റെ കൊണ കേട്ടില്ലേ? മനസ്സിലായോ? നിങ്ങൾ ലീഡറൊക്കെ ആയിരിക്കും, പക്ഷെ അത് ഇവിടെ MRGന്റെ അടുത്ത് എടുക്കണ്ടെന്ന് അവന്റെ അടുത്ത് പറഞ്ഞേക്കും. മനസ്സിലായി? നിങ്ങള് ഇവിടെ ഗ്യാങ് ഇപ്പൊ റീസെന്റ് ആയിട്ട് പോകാൻ നമ്മൾ ഇതിനു മുമ്പൊക്കെ നിങ്ങളായിട്ട് ബന്ധമുള്ളത് നമുക്ക് നിങ്ങളായിട്ടൊക്കെ അറിയുന്നതാണ്. അതുകൊണ്ട് നിങ്ങളോട് പേഴ്സണലി ഒരു ദേഷ്യം ഉണ്ടായിട്ടൊന്നല്ല, അല്ല ഈ SYT പറഞ്ഞ ഗ്യാങ്ങിനോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നല്ല. അവനോട് ആ കോണ വേണ്ട താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ അവൻ അതിനനുസരിച്ച് സംസാരിക്കൂലേ? അവൻ അങ്ങനെ അല്ലല്ലോ സംസാരിച്ചത്. അല്ലൊരു കാര്യം ചെയ്താണ്. ആ കൂടെ കിടക്കുന്നവരെ രണ്ടാമത് വേറൊരു കണ്ടി എടുത്ത് വർത്താനം പറഞ്ഞ പച്ച ചുമല ഏതാ? ഇതിപ്പോ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളെല്ലാരും പഠിച്ച് ഇവിടെ ഇതാക്കാൻ നമുക്ക് അറിഞ്ഞിട്ടല്ലോ. പക്ഷെ നിങ്ങളോട് നമുക്ക് ആ ദേഷ്യമൊന്നുമില്ല. പക്ഷെ ആ കുണ്ണ അങ്ങനെ ഇതാക്കാൻ പറ്റൂല. മനസ്സിലായോ? അത് നമുക്ക് ചോദിക്കാതെ വിടാൻ ആവലാന്ന് കരുതി തന്നെയാണ് നമ്മളത് ഇതാക്കിയത്. വെയിറ്റ് അല്ല, ഇവനെ ഇവിടെ അത് അവനെ വേണമെന്നുണ്ടെങ്കിൽ ഹോസ്റ്റേജ് എടുക്കാം. അവനെ ഹോസ്റ്റേജ് എടുക്കാം. ലീഡർ ആണല്ലേ? ഇവൻ ലീഡറാണ്. കത്തിക്കല്ലേ ആരും കത്തിക്കല്ലേ. വെയിറ്റ് ഇല്ല വെയിറ്റ് കത്തിക്കല്ലേ. ആരും കത്തിക്കല്ലേ പാപ്പ. ഇത് മറ്റേ ഡ്രാക്കുള നിങ്ങളെ ലീഡറിന് ഭയങ്കര കോണ. സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതോ? നീയൊക്കെ ഏതാണ് മണ്ണകളെന്ന് പറഞ്ഞു കൊടുത്തേട്ടോ. നിങ്ങള് കോലയുടെ സാറേ ഞാനും പാപ്പനാണോ? ഞാനും പാപ്പനുണ്ട്. ആ ചുവന്ന മുടിയെ പിടിച്ച് മാറ്റിയിട്. അവനെ ഓഫ് എടുക്കാം. അവനെ എടുത്തിട്ട് ആ മറ്റവനെ എടുത്ത് പറഞ്ഞോട്. കത്തിക്കല്ലേ. ഇപ്പൊ ആരും കത്തിക്കണ്ട. വെയിറ്റ് ചെയ്യ്, ടൈം ഉണ്ട്. മനസ്സിലായോ? എന്താടാ ഇവനെന്താ നമ്മളോട് മാത്രം പ്രശ്നം? ചോദിക്കണം നീയൊക്കെ ഏതാടാ മണ്ണകളെന്ന്. മനസ്സിലായിട്ടുണ്ട് കാര്യം. എന്താ ഇനി എന്തിനാണ് നമ്മളൊക്കെ അങ്ങനെയൊക്കെ പറയുന്നത്?
അല്ല വിളിച്ചത് സിറ്റുവേഷനിലാണ് വിളിച്ചത് അതോ അല്ലാതെ വിളിക്കണോ? എടാ പരിചയപ്പെടാൻ വിളിച്ചേടാ, പരിചയപ്പെടാൻ. ഇതുവരെ നമ്മുടെ പിള്ളേർ കുറച്ച് പേര് ഇങ്ങനെ പറഞ്ഞു നമ്മളെ കലിപ്പുണ്ട്, ഇതുവരെ 2-3 സിറ്റിസൺസ് ഇങ്ങനെ പറഞ്ഞു നമ്മുടെ മനസ്സിലായോ? അപ്പൊ അത് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ബ്രോ നിങ്ങൾ നിങ്ങളെ വല്ലതും പറഞ്ഞായിരുന്നു? നിങ്ങൾ നമ്മളെ പറ്റി ഇങ്ങനെയൊക്കെ വരാതെ പറയാൻ? ബ്രോ ഞാനൊരു കാര്യം ചോദിക്കാം ബ്രോ. നമ്മള് ഞാൻ നിങ്ങളോട് അധികം ഞാൻ പറഞ്ഞില്ല, ഞങ്ങളെ നിങ്ങളെ കൂടെയാണ് അധികം നടക്കല്, നിങ്ങളെ കൂടെ ഒക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടെ ഇതിന്റെ സംഭവം, ഞങ്ങൾ അങ്ങനെ പറയാറുമില്ല. പിന്നെ ഇപ്പൊ നിങ്ങൾ ഗ്യാങ് ലീഡർ സംസാരിക്കുന്നു, ട്രിവിൻ സംസാരിക്കുന്നു, പാപ്പൻ സംസാരിക്കുന്നു ഒക്കെ ഓക്കെ. പക്ഷെ നിന്റെ ലീഡർ സംസാരിക്കുന്ന രീതി എന്താ നീ അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവിടെ കിടക്കുന്നത്, മനസ്സിലായോ? നിങ്ങളോട് നമുക്ക് വേറെ ഇതൊന്നുമില്ല. ഈ സമയത്ത് ആ അടിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളൊക്കെ അടിച്ചിടാൻ നമുക്ക് അറിയില്ല. നമ്മളെ ചെയ്തിട്ടില്ല, മനസ്സിലായോ? നമ്മളെ ചെയ്തിട്ടില്ല. അല്ല ഇത് ഇപ്പൊ അവൻ വന്ന് പറഞ്ഞത് വെച്ചാല് നിങ്ങളെല്ലാരും ഇങ്ങനെ പറയണെന്ന് പറഞ്ഞോണ്ട് പറഞ്ഞതാ. നിങ്ങൾക്ക് സിറ്റുവേഷൻ ആയിട്ട് അവന് നട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇത് സിറ്റുവേഷൻ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ, മനസ്സിലായോ? അത് ഫ്രീവാർ വാറും അടിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ. എനിക്ക് തോന്നുന്നു അവൻ അതിനുള്ള അല്ല എടാ ഞാനൊരു കാര്യം പറഞ്ഞരാ, വെയിറ്റ് ചെയ്യ, ഇപ്പൊ കത്തിക്കണ്ട. പക്ഷെ മറ്റവനെ ഹോസ്റ്റേജ് എടുക്ക്, മറ്റവനെ ഹോസ്റ്റേജ് എടുത്തിട്ട് ആ ലീഡറിനെ കത്തിച്ച് വിട്ടാൽ മതി. പക്ഷെ ഇപ്പൊ കത്തിക്കണ്ട, ടൈം ഉണ്ട്, വെയിറ്റ് ചെയ്യ. ഇത് തിരിച്ചു പൊങ്ങിയാ പിന്നെ അടിക്കാൻ പറ്റില്ല. ഹോസ്റ്റേജ് എടുത്താൽ മതി, ഹോസ്റ്റേജ് എടുത്തിട്ട് വിട്ടാൽ മതി. അവനെ മറ്റവനെ ടൈം ഉണ്ട്, വെയിറ്റ് ചെയ്യ്, ടൈം എടുത്തിട്ട് കത്തിച്ചാൽ മതി, കൊണച്ചിട്ട് വിട്ടാൽ മതി. ഇത് തിരിച്ചു പൊങ്ങിയാല് ഹോസ്റ്റേജ് ഉണ്ടാകാൻ പറ്റും, പിന്നെ കൊല്ലാൻ പറ്റില്ല. റിപ്പോർട്ട് ഫ്രീ വാർ ടൈമിലേക്ക് നാളെ എടുക്കാം, അതൊന്നും ചോറല്ല. അറിയിക്കുന്നില്ല, നീ അവരെ വല്ലതും ആക്കി കഴിഞ്ഞാൽ നിന്റെ ഗ്യാങ് കുറച്ച് മുമ്പോട്ട് പോകും, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇതുപോലെ എടാ മാരി ഇത് കൊണച്ചിട്ട് വിട്ടാ മതി ആ ലീഡറിനോട്, മനസ്സിലായോ? കൊണക്ക് കമ്മിയൊന്നും വേണ്ട. നീ എന്തിനാണ് ഒരു ലീഡർ ആവുന്നത്? നീ അല്ലടാ സെന്നെ നമ്മളെ ഓനെ വല്ലോ പറഞ്ഞോ? നമ്മള് നിന്റെ അടുത്ത് വല്ലതിനും എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? ഇതെന്ത് ഇവന്റെ അടുത്ത് സംസാരിക്കുന്നത്? എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ? നീ ഇനിയും സംസാരിക്കും, ഇനി നിന്റെ മൊട്ട തലയുണ്ടല്ലോ അടിച്ചു പൊട്ടിക്കും കേട്ടോ. ഇതെന്തിനാ അമ്പത്തൂർ സിംഗോ? ഇതെന്തിങ്ങനെ മീശ ഒട്ടിച്ചു വെച്ചേക്കണതാ? ഇത് ഇളവോടെ വലിച്ചേക്ക് പറഞ്ഞു വരൂ ഇവന്റെ മീശ. നമ്മളെ ഇടിയില്ലേ കണ്ണെല്ലാം കുഴിഞ്ഞു കണ്ണക്കിരിക്കുന്ന സൈലന്റ് ഇത് എടാ ഇത് ഈ മീശ ഒന്ന് പറിച്ചേടാ, ഇതൊന്ന് പറിച്ച് എനിക്കിത് കണ്ടിട്ട് മറ്റേ സിംഗ സിനിമയിലെ സൂര്യ ഓർമ്മ പറഞ്ഞു. ഇതെവിടെ നീന്റെ ദിവസമാണ് എത്രടാ? വെപ്പാണ് മീശ മാത്രമേ വെപ്പുള്ള, ബാക്കി വെപ്പുണ്ടോ? എല്ലായിടത്തും വെപ്പായിരിക്കും മിക്കവാറും. ഇവിടെ കിടത്തി അവരധികം അവന്മാരെ അടിക്കണം വേണ്ടത്. ഞാനൊരു കാര്യം പറയട്ടെ, അവന്മാരെ എടാ നീ ഇവന്മാരൊക്കെ കണ്ടിട്ട് നീ വെറുതെ മാസാവാൻ നിക്കല്ലേ, ഫോണടിക്കാൻ നിക്കല്ലേ? മനസ്സിലായോ? അവന്മാരെ കണ്ടിട്ടല്ല, മനസ്സിലായ നിന്റെ ഈ ക്യാരക്ടർ അവന്മാർക്ക് വരെ മനസ്സിലായി കേട്ടാടാ. കണ്ടി നിർത്തിപ്പോടാ, ഗ്യാങ് സീരിയസ് ആയിട്ട് കണ്ടി സ്വഭാവം അവന്മാർക്ക് വരെ മനസ്സിലായി. നീ വെച്ചിട്ട് അവനെ ഫീൽ ബാഡായി ഇറങ്ങി പോലോടാ. ഇവനെ തൊട്ടിട്ട് ആരും ചോദിച്ചില്ല എന്നുള്ള ഫീൽ ബാഡിൽ ഇറങ്ങി പോലെ.
ഞാൻ പോയി കരയല്ലേ മോനെ? ആരും ചോദിക്കാൻ വന്നില്ല. ഇന്ന് പോയിട്ട് കരയും ശേഖ ഇന്ന് പോയിട്ട് നിനക്ക് നട്ടലിന് ഉറപ്പുണ്ട്. നിനക്ക് ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ പിള്ളേർ നീ പറഞ്ഞ കേൾക്കുന്നുണ്ടെങ്കിൽ നീ ഇവന്മാരെയും കൂട്ടി പ്രീവാറിന് വാറിന് വാ. കേക്കൂല ഇവന്റെ കണ്ടി സ്വഭാവത്തിന് കത്ത് അടക്കാന്നല്ലേ ലീഡറിന് വില ഉണ്ടായിരുന്നു. ഇപ്പൊ കൂടുതലുള്ളവന്മാർ അടിക്കാതിരിക്കൂല. അതിപ്പോ എത്ര പേരായാലും മനസ്സിലായി. 20 പേരുണ്ടെങ്കിലും അവന്മാര് 10 പേരുള്ളെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ളവന്മാർ അടിക്കും. ഒന്ന് ചോദിച്ചു നോക്കിയാടാ നിന്റെ എന്താ അപ്പി സ്വഭാവമായിരിക്കും. കള്ള് കിട്ടാത്ത പോലെ നിന്ന് കൈ വറക്കുന്ന പോലെ നോക്ക്. ഇതിനെ ചുറ്റും തോഫ് ചെയ്യുന്നു. നമ്മളെങ്ങാനും പിടിച്ച് അടിക്കുമെന്ന് അറിയില്ല ആലക്സ്. ഇവിടുന്ന് മാറി പറഞ്ഞ അടിക്കുകയാണെങ്കിൽ നിങ്ങൾ റെഡി ആയിന്നോട്ടോ. അല്ല ഒരു കാര്യം ചെയ്യില്ല. അവന്മാരെ അടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ ഹോസ്റ്റേജിനെ എടുത്ത് കൊണ്ടുപോയിട്ട് ഡിമാൻഡ് വെക്ക്. ലീഡർ വന്നാണ്ട് ഒരു 20 പ്രാവശ്യമൊക്കെ സോറി വർദ്ധിപ്പിച്ചിട്ട് വിട്ടാൽ മതി ലീഡറിനെ കൊണ്ട്. മനസ്സിലായി? ഇവനെ വെയിറ്റ് ആക്കട മാറിക്ക്. ഒരു മിനിറ്റ്. എടാ ഇവന് ഇവിടെ അല്ല ഇവന് ഇവിടെ നിന്ന് കണ്ടല്ലേ കൊണക്കുള്ളൂ. ഹോസ്റ്റേജ് കയ്യിലുണ്ടാകുമ്പോ ഒന്ന് കൊണക്കാൻ കഴിയില്ലല്ലോ. പറ മാലിക്. അവന്റെ അടുത്ത് പോയി ലീഡറിന്റെ അടുത്ത് കൊണച്ചാ മതി. അവന്മാരടിക്കണ അടിച്ചോളൂ. നോക്കാം. എന്താ അവന്മാരെ അടിക്കുന്നുണ്ടോ? ഇതെന്ത് കളിയാ? അരമണിക്കൂർ എന്താ അവന്മാർക്ക് അടിക്കണോ വേണ്ടെന്നുള്ളത്? ഇവിടെ അമ്മരെല്ലാം ഇവിടെ കൂടി മീറ്റിംഗ് അടിക്കാൻ ചാൻസ് ഉണ്ടേ. അവന്മാരാള് അത്യാവശ്യം ആയി. മനസ്സിലായോ? അവന്മാരാള് കേറുന്നുണ്ട്. ഇതാരാ ഇത് നമ്മളാളാണോ? ഇതാരാ? ഞാൻ എല്ലാരും ഗണ്ണെടുത്താണ്. ആരാണത്? ചരണാണോ? ഒന്ന് വിളിച്ചു പറയടാ. എന്താ നീ നേരത്തെ AFK ആവുന്നേ? കളിയാത്? എന്റെ കയ്യിൽ ഒരുത്തൻ AFK ചരൺ. ഞാൻ എന്തിനു ചാടാൻ പോലും പറ്റുന്നില്ല. വിളി പുറത്ത് വിളി. ആളെ വിളിച്ചേറ്റ് എടാ ഞാൻ ഒരു കാര്യം പറയാം. ഫ്ലഫി എല്ലാരും ഒന്ന് ഇത് POV എടുത്താണ്. നീയാണ് ഇത്. ഞാൻ ഒറ്റ കാര്യം നീ പറയാം. ലാസ്റ്റ് കോളാണ്. അവന്മാര് ഇപ്പൊ അടി പൊട്ടി. അതിനുള്ള മൈൻഡില്ല അവന്മാര്. അതുകൊണ്ട് എല്ലാം സെറ്റ് ചെയ്യുന്നില്ലേ? നമ്മുടെ ഗ്യാങ്ട്രസ് അല്ലാതെ എന്നെ കണ്ടറിയോ ഗ്യാങ്ട്രസ് ഇല്ലാണ്ട് പൊസിഷനോടെ അമ്മാര് സെന്റർ നിപ്പുണ്ട്. ഒന്ന് വളഞ്ഞിരിക്കും അമ്മാരെ. ഈ സെന്ററിൽ പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് താഴോട്ട് നോക്ക്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഞാനേ ക്യാമറ ഓഫ് ആക്കട്ടെ. പൊട്ടിയാ എടാ അമ്മരെ ആള് വരാൻ നിക്കണ്ട. നിങ്ങൾ അടിച്ചോ? എന്റെ പൊന്നലെ ഗ്യാങ് ഹൗസിന്റെ അടുത്താണോ? ബീച്ച് സൈഡ് അടങ്ങ് ഇത് റൊസാരിയോ അല്ലേ? എടാ ഇതിന്റെ മേലെക്കാരാ നിക്കുന്നേ.
ചുമ്മാ പോയിട്ട് ബിസിനസിന്റെ അവിടെ പോയിട്ട് അടിക്കാനൊന്നും പറ്റൂല. ഞാൻ ഒരു കാര്യം പറയട്ടെ, എടാ ഇവന്മാരെ ഉണ്ടോ നീ ഇതാരാ? ഇതാ നല്ല ഗ്യാങ്ങിൽ പോയി കേറാത്ത തീപ്പൊരി. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, വെയിറ്റ് ചെയ്യേ. ഇത് ഇവന്മാരെ കത്തിക്കണ്ട, ഈ പാപ്പനോ ടീമിനൊന്നും കത്തിക്കണ്ട, മനസ്സിലായോ? ഇവിടെ ഒരുത്തുണ്ടായിരുന്നല്ലോ, ഇവനെ ഹോസ്റ്റേജ് എടുത്താൽ മതി. ഇവിടെ വാ, ഇവിടെ രണ്ടാൾക്കാരൊന്നും വന്നാണ് ഈ പിങ്ങില്. ഇവൻ പൊന്തുമ്പോ ഇവനൊന്ന് ഗണ്ണേം ചെയ്തിട്ടേ ഹോസ്റ്റേജ് എടുത്താൽ മതി. ഇവനൊന്ന് ഹോസ്റ്റേജ് എടുത്താൽ ലീഡറോടെ ലീഡറിനെ കൊണ്ടുപോവാ. ലീഡറിനെ എടാ ലീഡറിനെ ഇവന്മാരെ എടുത്ത് കൊണ്ടുവന്നിട്ടിട്ട് കത്തിക്ക്. ഇവന്മാരെ ഒന്ന് ഒരു കൂട്ടിക്ക. ആ ലീഡറിനെ അങ്ങോട്ട് കൊണ്ടുവരാടാ, ചെന്നൈക്സ് അങ്ങോട്ട് കൊണ്ടുപോവാ. എല്ലാരെയും കത്തിക്കണ്ട, കൊണുള്ളവന്മാരെ മാത്രം നോക്കി കത്തിക്ക്. മാലിക അവനങ്ങോട്ട് കുറച്ച് മാറ്റിയിടടാ, അവനങ്ങോട്ട് കുറച്ച് മാറ്റിയിട. ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, എന്തായാലും ഇത്രയും പേര് മാറ്റിയിട. ഇങ്ങോട്ട് ചാർലി എല്ലാരും പോയി ഗ്യാങ് ഡ്രസ് ഇടറാ, സിവിലിയൻ ഡ്രസ് ഉള്ളവന്മാര് കൈ വെക്കുന്നവരാ നമ്മളെ. ഇല്ല നമ്മളെ പയ്യന്മാരാ. അല്ല ഈ കൈ അല്ലല്ല ഇവന്മാരെ കത്തിക്കണ്ട, ഈ ലീഡറിനെ മാത്രം കത്തിച്ചാ മതി. ഇങ്ങോട്ട് മാറ്റിയിട്. അവനെ കൺപോയിന്റ് ചെയ്തോ, അങ്ങോട്ട് ഇവിടെ ഇട്ടാ മതി. ഞാൻ കാര്യം ചോദിക്കട്ടെ, ആദ്യം ഹോസ്റ്റേജ് ലീഡർ ആണോ ചോദിക്കാട്ടാ. എന്തിനാണെന്ന് ചോദിക്കടിയല്ലേ ചുമല അവനെ എടുത്തു. എടാ അവൻ കഥയിലാണ് ചുമല, വേറൊരുത്തിനെ പൊക്കടാ. എടാ ഇവിടെ എടാ ഗ്യാസ് ക്യാനുള്ളവനൊന്നും ഇവിടെ വന്നാണ്. ഗ്യാസ് ക്യാനുള്ളവൻ ഇവിടെ വന്നാണ്. ഒരു മിനിറ്റ്. എടാ ഇതിന് ഒരുത്ത ഇപ്പൊ കറുത്ത തുണിയിട്ട് വരുന്ന അതാരാടാ? ശരിക്കും ഇവനെടുത്താ മതിയാ, അഡ്മിനെ പറ. പറഞ്ഞോ ഞാനാ. എങ്ങനെ കേക്കുന്നില്ല? ഏത് ഇതല്ലേ ZRX അല്ലേ? ആ നല്ല നമ്മള് പോവാൻ റോഡൊക്കെ അവന്മാരെടുത്താ. കത്തിക്കണ്ടെന്ന് പറഞ്ഞടാ ഷെയ്ക്ക്. എടാ ഇവന്മാരെ കത്തിക്കണ്ട, ആ ലീഡറിനതാ ഇവനെ മാത്രം കത്തിച്ചാ മതി. ഇത് എത്ര പ്രാവശ്യം പറയുന്നത്? റേഡിയോ കോള് കേക്ക്. ഇവനെ കത്തിക്ക്, അവന്മാരെ കത്തിക്കണ്ട. അവന്മാര് പൊയ്ക്കോളൂ, എണീറ്റ് പൊയ്ക്കോളൂ. കുറച്ചുകൂടെ അടുത്തെടുത്തിട്ടാലോ വേണ്ട അവിടെ ഇട്ടാ മതി. ഇതാ മൊണ്ണ. ദൈവത്തിന് എന്തോ കരിഞ്ഞു നാർന്ന് തീട്ടാത്തി പോ പെട്ടെന്ന്. എടാ ഹോസ്റ്റേജിനെ കൊണ്ടുപോയോ? ആ എന്റെ ഉണ്ട്, ഞാൻ പകുതി തിരിച്ചോണ്ടോ? ഇല്ലല്ല ഗ്യാങ് ഹൗസ് കൊണ്ടുപോ. എടാ വല്ലാതെ ടോർച്ചറിങ് ഒന്നും ഇതൊന്നും വേണ്ടേ. അവനെ വെച്ച് കണ്ട് ഇവനെ വിളിപ്പിച്ച് സോറി പറയിപ്പിച്ചിട്ട് വിട്ടാ മതി. അല്ലാതെ ഞാന് ഹോസ്റ്റേജ് വെള്ളത്തിന്റെ അടിയിൽ പോയി ഇത് വലിച്ചിട്ട് പൊക്കാൻ പറയണേ. ബഗ്ഗടിച്ചു പോയതാ വണ്ടി വെക്കൊണ്ടിരിക്കുമ്പോ. ഒഴിച്ചാ ഒഴിച്ച് കത്തിച്ചതാ, ഒരോട്ടോ ഒഴിച്ച് കത്തിച്ച. അഡ്മിൻ വന്നില്ല, അഡ്മിൻ കണ്ടിട്ടില്ല. ഹലോ പറ ചെയ്തേ. സിറ്റുവേഷനൊക്കെ കഴിഞ്ഞു.
ഇതാരാ? കണക്ട് ഇടണ്ട, ഞാൻ കണ്ടില്ല. പറയാൻ ചാരൻ ഇത് ബിസിനസ് ഏരിയ ആണ്, ഇവിടെ സീൻ. എടാ അവിടെ ഗൺ ഫയർ ചെയ്യല്ലേ ഇനി ഒരു മിനിറ്റ്, അവിടെ EMS വരുന്നുണ്ട്. ഇവനെ കത്തിച്ചല്ലേ അവനെ ഹെൽപ്പ് ഒന്നും കൂടി ഇടണോ? ഇല്ല കത്തിക്കണ്ടടാ, ഇവന്മാരൊക്കെ പാവാടാ, ഇവന്മാർക്ക് ഒന്നും അങ്ങനത്തെ കേസില്ല മനസ്സിലായി. നമുക്ക് SYT എന്നുള്ളതിന്റെ അപ്പുറത്ത് ആ കുണ്ണനോടാണ്, അവൻ അറിയാൻ